ഇവര് പറയും ഞാൻ നല്ല തള്ളാന്ന് പറയും. പക്ഷെ ഇപ്പൊ തള്ളുന്നല്ല കേട്ടോ, സത്യം ഈ വണ്ടിന്റെ ഒക്കെ കോലം അങ്ങനെ തന്നെയാണ് ഇവരോട് വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്ര നീറ്റാണ് നല്ലതെന്ന് ഞാൻ പറയുന്നത്. ഒന്നും ചെയ്യണ്ട, ആസിറ്റീസ് കണ്ടീഷൻ അല്ല, നമ്മള് വണ്ടി ഈ പറയുന്ന പോലെ വൃത്തിയാക്കിയിട്ടാണ് വെക്കുന്നത്. ഇവിടെ വരിക, വണ്ടി കാണുക, ഓടിച്ചു നോക്കുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ വെറും 50,000 രൂപയുടെ ഉള്ളിൽ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി ഇറക്കി കൊണ്ടുപോകാം. ഇത് ഓടിയിരിക്കുന്നത് ആണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഇത് അഡ്വാൻറ്റേജ് എടുക്കുന്ന ഒരു കാരണം ലോ കിലോമീറ്റർ ഡീസൽ വണ്ടി കിട്ടാൻ ഇപ്പൊ അവൈലബിലിറ്റി ഉള്ളതുകൊണ്ട് ഇത് 39,000 ഓടിയിട്ടുള്ളൂ. ജെനുവിനാണ്, സിംഗിൾ ഓണർഷിപ്പിൽ ഹിസ്റ്ററി ഉള്ള വണ്ടി തന്നെ. അതെ അല്ലേ. വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഡീസലില് ഓട്ടോമാറ്റിക് AMT വണ്ടിയാണ്. എന്താ പ്രൈസ്? അതിന്റെ പ്രൈസിംഗ് വരുന്നത് 3,65,000. 3,65,000 ഉള്ളൂ. അതെ, 2016 വണ്ടി. 2016. അടിപൊളി. 3,65,000 രൂപയ്ക്ക് ഇത്രയും നീറ്റ് വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാട്ടോ. ഞാനാണ് പറഞ്ഞ എടുത്തും പോയി, അല്ലെങ്കിൽ ഇത് വല്ലതും നോക്കായിരുന്നു അല്ലേ. നല്ല ക്വാളിറ്റി ഉള്ള ഒരു യൂസ്ഡ് കാർ നിങ്ങൾ ആരെങ്കിലും എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. അതായത് എറണാകുളം ജില്ലയിൽ പറവൂർ കവലയിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഓസ്കാർ യൂസ്ഡ് കാർസിലാണ് കേട്ടോ. അത്രയ്ക്കും നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് ഇവിടെ കിടക്കുന്നത് എല്ലാം തന്നെ. ഒരു വണ്ടിയിൽ പോലും നിങ്ങൾക്ക് ഒരു സ്ക്രാച്ച് കാണാൻ പറ്റില്ല. സ്ക്രാച്ചസ് ഒക്കെ നോർമലി വന്നിട്ടുണ്ടാവും. ഇവരതെല്ലാം ക്ലിയർ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു കസ്റ്റമർക്ക് 1 രൂപയുടെ പണി എടുക്കേണ്ടാത്ത രീതിക്ക് ആക്കിയിട്ടാണ് നിലവിൽ ഇവിടെ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല ക്വാളിറ്റിയുള്ള കുറച്ചധികം വണ്ടികൾ കാണിച്ചു തരാം. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. യൂസ്ഡ് വണ്ടികളാണ്. ഏത് വണ്ടി ഏത് ഷോറൂമിൽ നിന്ന് എടുക്കുമ്പോഴും ഞാൻ എപ്പോഴും പറയുന്ന പോലെ നല്ലോണം ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. കാരണം പഴയ വണ്ടികളാണ്, എന്തൊക്കെയാണ് അതിൻ്റെ അവസ്ഥകളെന്നൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. അപ്പോൾ എന്തായാലും നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്തോളൂ. അതുപോലെ തന്നെ മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് എത്താൻ വേണ്ടി ഒന്ന് ഷെയറും കൂടി ചെയ്തോളൂ കേട്ടോ. ഞാൻ കൂടുതൽ പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഓസ്കാർ യൂസ്ഡ് കാർസിൽ ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ചധികം നല്ല വണ്ടികൾ കിടപ്പുണ്ട് കേട്ടോ. എല്ലാം ക്വാളിറ്റി ആണല്ലേ. ക്വാളിറ്റിയാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. വണ്ടി വേണമെങ്കിൽ നിറച്ചിടാം, പക്ഷേ കൊടുക്കുന്ന കസ്റ്റമേഴ്സിന് കുറച്ചും കൂടി വാല്യുബിൾ ആയിട്ട് കൊടുക്കാൻ എന്നുള്ളതാണ് നമ്മുടെ ഒരു. അതെ. പിന്നെ വേറൊരു കാര്യം ഞാൻ ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെയുള്ള ഒരു വണ്ടിയുമോ പോലും ഒരു സ്ക്രാച്ച് പോലും ഇല്ല. അതെങ്ങനെ? തീർച്ചയായിട്ടും വണ്ടി റോട്ടിലിറങ്ങി എന്തായാലും സ്ക്രാച്ച് ഉണ്ടാവും. പിന്നെ നമ്മളത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, എടുക്കുന്ന കസ്റ്റമർക്ക് എടുത്താൽ 10 പൈസയിൽ ചെലവാക്കണ്ട, ആ കണ്ടീഷനിലാക്കി കൊടുക്കും. സാധാരണ ഒരു വണ്ടി സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോൾ അതിപ്പോ സ്വിഫ്റ്റ് ആയാലും ഏത് വണ്ടി ആയാലും ഒരു 20,000 ഒക്കെ നമ്മൾ കാണണം ടയറിന്, പെയിന്റിങ്ങിന്. അതെ, ഇതിപ്പോ സർവീസ് ഒക്കെ കഴിഞ്ഞ് നമ്മളെ ഷോറൂമിൽ നിന്ന് നടക്കുന്ന പോലെ നമുക്ക് കൊണ്ടുപോകാം. ഈ പറഞ്ഞ പോലെ തന്നെ ടയറുകളെല്ലാം ഫുള്ളാണ് കേട്ടോ, ഒരുവിധം എല്ലാ വണ്ടീൻ്റെ അല്ലേ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത് നമ്മുടെ വൻഷാദിക്കാണ്. 1-2 വീഡിയോയിൽ മൂപ്പർ ഇല്ലായിരുന്നു, അപ്പോൾ ഈ വീഡിയോയിൽ എന്തായാലും വന്നിട്ടുണ്ട് അല്ലേ. അതെ, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. താങ്ക് യു. അപ്പോൾ നമുക്ക് ഈ ഒരു സ്വിഫ്റ്റ് നിന്ന് തുടങ്ങിയാലോ? തീർച്ചയായിട്ടും. ഇത് ഏതാ മോഡലൊക്കെ? ഇത് 2015 മോഡല്, VDI ഓപ്ഷൻ ആണ്. 3rd ഓണർഷിപ്പിൽ വരുന്നു. 90,000 കിലോമീറ്റർ ഓടിയിരിക്കുന്ന 15 മോഡൽ VDI 90,000. ജെനുവിനാണ്, കമ്പനി സർവീസ് ആണ്. ഹിസ്റ്ററി ഉള്ള എടുത്തു കൊടുക്കാം. തീർച്ചയായിട്ടും. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വെൽ മെയിൻറ്റൈൻഡ് ആണ്. പിന്നെ ഇപ്പൊ റീസെന്റ് സർവീസും ഷോക്ക് അബ്സറൊക്കെ മാറിയതാണല്ലേ. ടയർ ഭാഗങ്ങളൊക്കെ ആണെങ്കിലും 90% തന്നെ പറയാം, അത്രയും കട്ടിയുള്ള ടയറാണ്. അതുപോലെ തന്നെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട്. മിഡിൽ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അതെ. ഓക്കെ, 15 മോഡൽ വണ്ടി, 90,000 കിലോമീറ്റർ വണ്ടി, ഡീസൽ വണ്ടി. എന്താ വില? ഇതിന്റെ വില നമ്മൾ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 4.5 ആണ്. 4,50,000. നെഗോഷ്യബിൾ ആയി കൊടുത്തൂടെ? തീർച്ചയായിട്ടും. നല്ല രീതിക്ക് തന്നെ ഉണ്ടാവുമല്ലോ അല്ലേ. പിന്നെ നമ്മുടെ വീഡിയോയില് വരുന്ന ആൾക്കാർക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട് തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കും. പിന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ഇപ്പൊ ലാസ്റ്റ് വീഡിയോയിൽ ഉണ്ടായിരുന്ന ഓൾമോസ്റ്റ് വണ്ടികളും എല്ലാം പോയിട്ടുണ്ട്. 1-2 ചുരുക്കം ചില വണ്ടികൾ ഇവിടെ ഉള്ളൂ കേട്ടോ, ബാക്കി എല്ലാം തന്നെ സെയിലായി പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 4,50,000 രൂപയ്ക്ക് 2015 മോഡൽ നല്ല ക്വാളിറ്റിയുള്ള സ്വിഫ്റ്റ് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോകുന്നുള്ളൂ. നല്ലൊരു ഫിഗോ, അതായത് എക്സ്ട്രാ നീറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ നീറ്റ് അല്ലേ. ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും എവിടെയും കാണാൻ പറ്റില്ല. ടയർ ഭാഗങ്ങളാണെങ്കിലും 80% ഉണ്ട്. ഇത് ഏതാ മോഡലൊക്കെ? ഇത് 2016 മോഡൽ 1.5 ആംബിയൻ ഡീസലാണ്. ഓക്കെ, 2 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ് സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ സീറ്റ് കവറും കാര്യങ്ങളൊന്നും മാറ്റി ചെയ്തിട്ടില്ല, എല്ലാം കമ്പനി വന്ന അതേ കണ്ടീഷനിൽ. എനിക്ക് സിംഗിൾ ഓണർ ആണോ ഇത്? സിംഗിൾ ഓണർ ആണ് അല്ലേ. എത്ര ഓട്ടം? 93,000, 93,000 കിലോമീറ്റർ ആണ് ഓടി. അതെന്തായാലും ഓടും, ഞാൻ കുറ്റം പറയുന്നില്ല. കാരണം 20 മേലെ മൈലേജ് കിട്ടും, നല്ല കംഫർട്ടാണ്, ധൈര്യമായിട്ട് കൊണ്ടുനടക്കാം. പവർഫുൾ എഞ്ചിൻ, 1.5 ലിറ്റർ ഡീസൽ എന്ന് പറഞ്ഞാൽ അതിന്റെ പവർ നമുക്ക് അറിയാം. അതെ. പിന്നെ ഇതിൽ അലോയ് വീൽസ് വരുന്നുണ്ടല്ലേ? അലോയ് വീൽസ് വരുന്നതല്ല, ഇത് അഡീഷണൽ ചെയ്തിരിക്കുന്നതാണ്. ഞാൻ ഓർത്ത് വല്ല ഓപ്ഷനിലും വന്നാണോ? അല്ലല്ല, ഇത് അഡീഷണൽ. ഇനി എന്തായാലും ഫോർഡ് വണ്ടികൾ ധൈര്യമായിട്ട് വാങ്ങാം. ഫോർഡ് കമ്പനി തന്നെ ഇന്ത്യയിലേക്ക് പുതിയ ഒരു റീലോഞ്ചിങ് നടത്തുന്നുണ്ട്. അതെ, പറയപ്പെടുന്നത് 24-25 വരും എന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും ഫോർഡ് വണ്ടികൾക്ക് പാർട്സ് പ്രശ്നങ്ങളൊന്നും തന്നെ അല്ലെങ്കിലും നമുക്കൊന്നും തന്നെ ഇപ്പോഴും ആയാലും ഇല്ല. കാരണം ഓൾമോസ്റ്റ് എല്ലാ സർവീസ് സെന്ററുകളും ഇപ്പോഴും വർക്കിംഗ് ആണ്. സെയിൽസ്, പുതിയ സെയിൽസ് മാത്രമില്ലെന്നുള്ളൂ. അതെ. അവർക്ക് പാർട്സും എല്ലാം
എനിക്ക് ഫോർഡ് എന്ന് പറഞ്ഞാൽ എല്ലാ ഒരുവിധം വണ്ടിയെ സ്നേഹിക്കുന്നവരൊരു ഇഷ്ട ബ്രാൻഡായിരുന്നു. തീർച്ചയായിട്ടും വണ്ടി നിർത്തി പോയിട്ടും ഡിമാൻഡ് കൂടിയ ഒരു വണ്ടിയാണ് ഫോർഡ് എക്കോസ്പോർട്ട്, ഫിഗോ, ഫോർഡിന്റെ ഓൾമോസ്റ്റ് എല്ലാം ഉണ്ട്. എൻഡവർ, അതെ അതെ, ഏതാ ലെവൽ വണ്ടിയൊക്കെ അല്ലേ? അതെ, ഇപ്പൊ തന്നെ റേഞ്ച് ഒക്കെ മാറി. ഫോർച്യൂണറിനും റേഞ്ച് ആയി വണ്ടിയുടെ പ്രൈസിങ്. ഇതിൽ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇതിൽ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, കമ്പനി സർവീസ് ആണ്, പ്രോപ്പർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന വണ്ടി. എന്താ പ്രൈസ്? അതിന്റെ പ്രൈസിംഗ് വരുന്നത് 3,65,000. 3,65,000 ഉള്ളൂ. അതെ, 2016 വണ്ടി, 2016. അടിപൊളി. 3,65,000 രൂപയ്ക്ക് ഇത്രയും നീറ്റ് വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാട്ടോ. ഞാനാണ് പറഞ്ഞ എടുത്തും പോയി, അല്ലെങ്കിൽ ഇത് വല്ലതും നോക്കായിരുന്നു അല്ലേ? മെയിനായിട്ട് പറയേണ്ടത് ഇതിന്റെ ക്വാളിറ്റി തന്നെയാണ്. അപ്പോൾ എന്തായാലും ഒരു 3ന്റെ കാര്യത്തിൽ ലോൺ കയറുമോ? തീർച്ചയായിട്ടും. ചിലപ്പോൾ ഒരു പക്ഷേ നല്ല ട്രാക്ക് ഒക്കെ ആണെങ്കിൽ ഫുൾ ലോൺ നമുക്ക് കൊടുക്കാം. ഫുൾ ലോൺ കൊടുക്കാൻ പറ്റും. 2016 മോഡലല്ലേ, നമുക്കൊരു 3,65,000 നല്ല ട്രാക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. പക്ഷേ അത് ആണല്ലോ അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. പിന്നെ നമ്മളത് ഡിപ്പെൻസ് ഓൺ കസ്റ്റമർ പ്രൊഫൈൽ. അതെ അതെ അതെ, എന്തായാലും ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. നല്ലൊരു ക്വാളിറ്റി ഉള്ള വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഏറ്റവും ഫുൾ ഓപ്ഷനിലുള്ള ഒരു പെട്രോൾ ഡിസയർ ഓട്ടോമാറ്റിക് ആണോ? ഓട്ടോമാറ്റിക് ZXi ആണ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പിൽ 59,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നു. 59,000 മോഡൽ ഏതാ പറഞ്ഞേ? ഇതിന്റെ മോഡൽ 2019 മോഡലാണ്. അതായത് ഏറ്റവും പുതിയ വണ്ടി തന്നെ വേണേൽ പറയാം കേട്ടോ. ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്, കീലെസ് എൻട്രി, ബട്ടൺ സ്റ്റാർട്ട് എല്ലാം വരും. പെട്രോൾ വണ്ടി ആയതുകൊണ്ട് കംപ്ലൈന്റിന്റെ കാര്യത്തെ കുറിച്ച് പേടിക്കേണ്ട. ഓട്ടോമാറ്റിക് ആണ്. എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. പിന്നെ നമ്മൾ ഇവിടെ ഉള്ള വണ്ടികളെല്ലാം നമ്മൾ എടുക്കുന്നതിന് മുമ്പ് ഹിസ്റ്ററി അവരെ എന്തെങ്കിലും, അതെ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ എന്താണോ ഹിസ്റ്ററി അത് നമ്മൾ കൊടുത്തിട്ടാണ് നമ്മളത് എന്തായാലും പ്രൊവൈഡ് ചെയ്യും. ഇതിന്റെ ഇന്റീരിയർ ഒക്കെ വേറെ ലെവൽ ഇന്റീരിയർ എന്ന് തന്നെ പറയാം. അത്രയ്ക്ക് നീറ്റാണ് കേട്ടോ. അത്രയ്ക്കും ക്വാളിറ്റി തന്നെ നിൽക്കുന്ന വണ്ടിയാണ്. ടയർ ഭാഗങ്ങളൊക്കെ ആണെങ്കിലും ഫുൾ ടയർ എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും അത്യാവശ്യം നല്ല കട്ടിയുള്ള ടയറാണ്. എന്താ പ്രൈസ് വരുന്നത്? ഇതിന്റെ പ്രൈസ് വരുന്നത് 720 ആണ് ആസ്കിങ്. നെഗോഷ്യബിൾ ആണ്. കാരണം പ്രൈസിങ് കൂടണം എന്ന് പറയണ്ട, കാരണം ഇതിന്റെ ഒരു പുതിയ വണ്ടിയുടെ റേറ്റ് എത്രയാണെന്നുള്ളത് ജസ്റ്റ് അന്വേഷിച്ച് നോക്കിയാൽ മതി. 7,20,000 രൂപയാണ് ആസ്കിങ് പ്രൈസ്. ആ പ്രൈസ് നെഗോഷ്യബിൾ ആണ്. നല്ല രീതിക്ക് തന്നെ കുറച്ച് തരും. ഫുൾ ലോൺ കയറുമോ? ഇതില് ഫുൾ ലോൺ ഒരു 90% ഒക്കെ ലോൺ എന്തായാലും കിട്ടും. അപ്പോൾ ഏകദേശം 50,000 രൂപ കാണണം അല്ലേ? ബാക്കി ചെയ്ത് കൊടുക്കാം. പ്രൊഫൈൽ ഡിപ്പെൻഡ് ആണ് കേട്ടോ. പ്രൊഫൈൽ നല്ല പ്രൊഫൈൽ ആണെങ്കിൽ ബാക്കി ഫുൾ പൈസ നിങ്ങൾക്ക് ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മതി. ബാക്കി പൈസയൊക്കെ ലോൺ കിട്ടും. ഇനി ഈ ജാസ് ആണെങ്കിലോ? ജാസ് വരുമ്പോൾ 2016 മോഡൽ ഡീസലാണ്. 16 ഡീസലാണ്. എത്ര ഓടിയുണ്ട് ഇത്? 1,06,000 കിലോമീറ്റർ. 1,06,000 കിലോമീറ്റർ അല്ലേ? ഡീസൽ വണ്ടി നല്ല മൈലേജ് ഉള്ളതുകൊണ്ട് എന്തായാലും ഓടിപ്പോകും. അതിനാണ് ഇത് എടുക്കുന്നത്. അതെ അതെ അതെ, അത്യാവശ്യം ഓട്ടോ ഉള്ളവർക്കൊക്കെ പറ്റിയ സാധനമാണ്. പിന്നെ ഹോണ്ടയുടെ വണ്ടി ആയതുകൊണ്ട് കംപ്ലൈൻസ് വളരെ കുറവാണ്. എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നും ഇല്ല. വെൽ മെയിൻറ്റൈൻഡ് തന്നെ, സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്നതാണ്. 4 ബ്രാൻഡ് ന്യൂ ടയർ, പിന്നെ അലോയ്സും അഡീഷണൽ ഹോണ്ടയുടെ തന്നെ ചെയ്തിട്ടുണ്ട് അല്ലേ? പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇന്റീരിയർ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ കമ്പനി സീറ്റാണ്, പക്ഷെ അത് നല്ല വൃത്തിയാണ്. ഇത്രയും കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, അത് തന്നെയാണ് അതിന്റെ ഒരു ക്വാളിറ്റി. നമ്മൾ അതെ അതെ അതെ, ഇത്രയും കിലോമീറ്റർ ഓടിയിട്ടും സീറ്റിൽ ഇന്റീരിയർ നോക്കി കഴിഞ്ഞാൽ അറിയാം, നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ് അല്ലേ? യൂസ് ചെയ്തിരിക്കുന്ന ടയർ വേണേ ഒന്ന് നോക്കിക്കോളൂ. ഫുൾ ടയർ ആണ് കേട്ടോ. ഞാൻ ഇനി പറഞ്ഞില്ലാന്ന് വേണ്ട. എന്താ നമുക്ക് പ്രൈസ് വരുന്നത്? അതിന്റെ പ്രൈസിംഗ് വരുന്നത് 575 ആണ്. 5,75,000 ആണ്. നെഗോഷ്യബിൾ. ഡീസൽ വണ്ടിയാണ് കേട്ടോ, അത് ആലോചിക്കണം. എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ 2-3 ലക്ഷം കിലോമീറ്റർ ഒന്നും ഒരു കംപ്ലൈന്റ് വരാണ്ട് ഓടുന്ന ഒരു എഞ്ചിനാണ് ഹോണ്ടയാണ്. നമ്മൾ ടൊയോട്ടന്റെ കഴിഞ്ഞാൽ പിന്നെ ഹോണ്ടയൊക്കെയാണ് ആ ഒരു ക്വാളിറ്റി നിലനിർത്തുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും 5,75,000 നമുക്കൊരു 5 ലോൺ കയറില്ലേ? തീർച്ചയായിട്ടും 5 lakh ഈസി ആയിട്ട് കയറും. ഏകദേശം ഒരു 10,000-50,000 രൂപയൊക്കെ കൊണ്ടുവരെ ബാക്കി പൈസ നിങ്ങൾക്ക് ലോൺ കിട്ടും. നല്ല പ്രൊഫൈലാണെങ്കിൽ അത്രയും കൂടി മാക്സിമം ചെയ്ത് കൊടുക്കൂലേ? മാക്സിമം ചെയ്ത് കൊടുക്കും തീർച്ചയായിട്ടും. അതെ അതെ. അപ്പോൾ എന്തായാലും ഇതൊന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഇനി നിങ്ങൾക്ക് ഒരു ലോ ബഡ്ജറ്റിലുള്ള വണ്ടി കാണിച്ചു തരാം. നമ്മുടെ ഡാറ്റ്സന്റെ റെഡിഗോ. ലോ ബഡ്ജറ്റ് ഓട്ടോമാറ്റിക് AMT ആണല്ലേ? അടിപൊളി. അതായത് എറണാകുളം ജില്ലയിലേക്ക് ഉപയോഗിക്കാൻ പറ്റിയ ബെസ്റ്റ് സാധനം. അതെ, പ്രത്യേകിച്ച് ലേഡി യൂസിന് ഒക്കെ പറ്റിയൊരു വണ്ടി. പിന്നെ വേറൊരു കാര്യമുണ്ട്, എവിടെ വേണമെങ്കിൽ കുത്തിക്കയറ്റി പാർക്ക് ചെയ്യാം. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം. പിന്നെ മാത്രമല്ല ബോഡിയൊക്കെ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ബോഡിയാണ് ഡാറ്റ്സന്റെ വരുന്നത്. ഇത് പെട്രോൾ ആയതുകൊണ്ട് ഒരു 15-16 മൈലേജ് കിട്ടും. 16 ഈസി ആയിട്ട് എന്തായാലും മൈലേജ് കിട്ടും. ഏതാ മോഡല്? ഇത് 2018 മോഡലാണ്. 18 ആണ്. മോഡൽ കൂടിയ വണ്ടിയാ അല്ലേ? മോഡൽ കൂടിയ വണ്ടിയാണ്. 18 ഫുൾ ഓപ്ഷൻ ആണോ? 18 ഫുൾ ഓപ്ഷൻ. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ. പിന്നെ ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം വരും. നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയർ ഭാഗങ്ങളാണെങ്കിലും ഏകദേശം 90% ടയറിനുണ്ട്. ഇത് എത്ര ഓടിയുണ്ട്? ഇത് 29,000. അപ്പൊ 29 ഓടി ടയറാണ്. കമ്പനി സാധനം തന്നെ. കമ്പനി തന്നെ. ഓക്കെ, ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇതിന്റെ പ്രൈസ് വരുന്നത് 340 ആണ് ആസ്കിങ് വരുന്നത്. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഈ 2018 മാനുവൽ വണ്ടിയാണെങ്കിൽ നമുക്ക് 2.5 ഈ പറയുന്ന പ്രൈസിംഗ് ആണ്. ഇത് ഓട്ടോമാറ്റിക് ആണ്. 340 ആണ്. നെഗോഷ്യബിൾ ആണല്ലേ? ആ പ്രൈസ് ഒക്കെ നിങ്ങൾക്ക് കുറച്ച് 3 ലക്ഷം രൂപ കൺഫേം ലോൺ തീർച്ചയായിട്ടും എന്തായാലും കിട്ടും. എത്ര മോഡലുള്ള വണ്ടി, പിന്നെ കംപ്ലൈന്റ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് യൂസ് ചെയ്യാം. സിറ്റി ഡ്രൈവിന് ഏറ്റവും ബെസ്റ്റ് ആണ്. പിന്നെ ഈ പറഞ്ഞ 40,000 രൂപയുടെ ഉള്ളിൽ നിങ്ങൾ കൊണ്ടുവന്നാൽ മതി.
ആ പൈസ ബാക്കിയൊക്കെ നെഗോഷ്യബിൾ ആക്കി തരും കേട്ടോ. ഞാൻ നല്ലൊരു കിഡിലിനൊരു എൻഡവർ കാണിച്ചു തരാം. ആദ്യം തന്നെ പറയാം ഇതിന് പ്രൈസ് ലേശം കൂടുതലാണ്, ഇവരുടെ പർച്ചേസ്ഡ് വണ്ടിയല്ല അല്ലേ? അല്ല. ഓക്കെ, പാർക്ക് ആൻഡ് സെയിലാണ്. അപ്പോൾ ആർക്കെങ്കിലും വന്ന് നോക്കാനോ എന്തിനെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കുക. ഞാൻ പറഞ്ഞു പ്രൈസ് ലേശം കൂടുതലാണ്. അതെ, ആസ്കിംഗ് പ്രൈസ് ചോദിക്കുന്നത് തീർച്ചയായിട്ടും കൂടുതലാണ്. ഇത് ഏതാ മോഡലൊക്കെ? ഇതിന്റെ മോഡൽ 2005 മോഡലാണ്. 2005 മോഡൽ. ഇത് 4 വീലാണോ? ഇത് 4 വീൽ XLT മാനുവൽ അല്ലേ? ഓക്കെ, അതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അലോയ് വീൽസ് ഒട്ടുമിക്ക എല്ലാവിധ ഫീച്ചേഴ്സും വരും. ഓപ്ഷൻ ആണ്. നമ്മുടെ പണ്ടത്തെ ഫോർഡിന്റെ രാജാവ്. തീർച്ചയായിട്ടും പണ്ടത്തെ മാത്രമല്ല, ഇപ്പോഴും ഈ വണ്ടിക്ക് ഇതിപ്പോ നമ്മൾ ഒരു പേരിനൊരു വാല്യൂ ഉണ്ട്. അത് മാത്രമല്ല, ഈ വണ്ടി നമ്മളിപ്പോ ഇത്ര പ്രൈസിങ് കൂടുതലായാലും ഇത് വണ്ടി വിറ്റ് പോകുന്നൊരു ഉറപ്പ് നമുക്കുണ്ട്. കാരണം ഈ അത്യാവശ്യം നല്ല എൻക്വയറി ഉള്ള ഒരു മോഡലാണ്, എൻഡവറിന്റെ ഒരു മോഡലാണ് ഇത്. ഇതിനായിട്ട് വരുന്ന. അതെ, തീർച്ചയായിട്ടും. പിന്നെ ഏകദേശം ഒരു 10-12 കിലോമീറ്റർ മൈലേജ് ഒക്കെ കിട്ടുള്ളൂ. ടയർ ഭാഗങ്ങളൊക്കെ എല്ലാം ഫുൾ ടയർ ആണല്ലേ? കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഒരു വണ്ടിക്ക് പ്രത്യേക മാർക്കറ്റ് ഉണ്ട്. ഈ ഒരു വണ്ടിക്ക് ഫസ്റ്റ് ഫേസ് വന്ന ഫസ്റ്റ് വണ്ടിക്ക് ഒരു പ്രത്യേക ഒരു ഫാൻ ബേസും മാർക്കറ്റും ഉണ്ട്. ഒക്കെ പറയുന്ന പോലെ മോഹൻലാലിന്റെ സിനിമകളിലൊക്കെ ഡോറൊക്കെ ചവിട്ടി പൊളിച്ചു വന്ന വണ്ടികളിലൊന്നാണ്. ഇത് നമുക്ക് എന്താ പ്രൈസിങ്? ഞാൻ പറഞ്ഞില്ല, 5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അത് അവരുടെ ആസ്കിംഗ് പ്രൈസ് ആണ്. പിന്നെ താല്പര്യമുള്ളവർ വരിക, നമുക്ക് ഡയറക്റ്റ് സംസാരിക്കാം. അതെ, ഇതിൻ്റെ അകത്ത് വില കൂടുതലാണ് ആരും കമന്റ് ഇടണ്ട, ഞങ്ങൾ തന്നെ പറയുന്നുണ്ട് വില കൂടുതലാണ്. ഇതിനായിട്ട് വരുന്നവരുണ്ടെങ്കിൽ പോര്, മാക്സിമം സംസാരിച്ച് നെഗോഷ്യബിൾ ആക്കി വാങ്ങിച്ചു കൊടുക്കുക അല്ലേ? വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഇല്ല. ഒറിജിനൽ കേരളയാണ്. പിന്നെ നിങ്ങൾക്ക് വണ്ടി കാണുമ്പോൾ തന്നെ അറിയാലോ, 2004 ആണെങ്കിലും വണ്ടി ക്വാളിറ്റിയാണ്. അതെ, പേപ്പർ ഒക്കെ ഉണ്ടോ ഇപ്പൊ നിലവിൽ? തീർച്ചയായിട്ടും എല്ലാം ഫിറ്റ് ആണ്. പേപ്പർ ഇല്ലാത്ത വണ്ടികൾ നമ്മളവിടെ വെക്കാറില്ല. അതെ. അപ്പൊ എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള ഒരു എൻഡവർ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള സിംഗിൾ ഓണർഷിപ്പിലുള്ള ഒരു ഡിസയർ അല്ലേ? അതെ, ഫസ്റ്റ് ജെൻ ആണ്. ഫസ്റ്റ് ഫേസ് വന്ന വണ്ടിയാണ്. ഇത് മോഡൽ ഏതാ? ഇത് 2011 മോഡലാണ്. 11 എത്ര ഓടി ഉണ്ടാവും? ഇത് 1,16,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നു. ജെനുവിൻ സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. അടിപൊളി. ജെനുവിനിറ്റിനെ പറ്റി നമ്മൾ പറയേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ ടയർ ഭാഗങ്ങളൊക്കെ 90% ഉണ്ട്. അതുപോലെ തന്നെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വെച്ചിട്ടുണ്ട്. എല്ലാം കമ്പനി സാധനം കേട്ടോ, ഒന്നും മാറിയിട്ടൊന്നുമില്ല. അലോയ് വീൽസ് ചെയ്തിട്ടില്ല. VDI ആണ് വണ്ടി. AC പവർ സ്റ്റിയറിംഗ്, 4-door പവർ വിൻഡോ, സെന്റർ ലോക്ക്, ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം ഉണ്ട്. അതൊന്നും മാറിയിട്ടില്ല. ഇത് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രോപ്പർ ആയിട്ട് വണ്ടി കാണുമ്പോൾ തന്നെ അറിയാലോ, നല്ല വൃത്തിയുള്ള വണ്ടിയാണ്, നല്ല രീതിക്ക് യൂസ് ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. മേജർ ആയിട്ടുള്ള ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പഴക്കത്തിന്റേതായ ഇഷ്യൂകൾ ഏത് വണ്ടിക്ക് വരുന്നത് പോലെ തന്നെ ഉള്ളതുള്ളൂ, ഉണ്ടാവും അല്ലേ? അതെ. അങ്ങനെ റണ്ണിങ്ങിനൊന്നും വണ്ടി എടുത്താൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യണ്ട. പിന്നെ പേപ്പറും ഉണ്ടല്ലേ? പേപ്പർ. അതെ, 2011 അല്ലേ? ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇതിന്റെ പ്രൈസ് ആസ്കിംഗ് പ്രൈസ് വരുന്നത് 310 ആണ്. നെഗോഷ്യബിൾ ആണ്. 2011 മോഡൽ ഡിസയർ VDI ആണ്, ഡീസൽ വേരിയന്റ്. 310 is asking. നമുക്ക് നെഗോഷ്യബിൾ ആയിരിക്കും. മാക്സിമം കുറച്ച് കൊടുക്കണം തീർച്ചയായിട്ടും. ഇതില് നമുക്കൊരു 2 lakh 2.5 ഒക്കെ ഒരു പക്ഷേ കിട്ടിയേക്കാം. അത് പ്രൊഫൈൽ അനുസരിച്ച് 2 lakh നോക്കിയാൽ മതി. 2.5 ഞാൻ പറയുന്നില്ല. 2 lakh അതായത് ബാങ്ക് ലോൺ ആയിരിക്കില്ല, നമ്മുടെ ശ്രീറാം പോലെയുള്ള പ്രൈവറ്റ് ഫിനാൻസുകളായിരിക്കും ഇവിടെ തരിക. എന്തായാലും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഇനി ഇവിടെ ഒരു കിടിലൻ സാധനം കിടപ്പുണ്ടല്ലോ, നമ്മുടെ കിയ സെൽറ്റോസ് ആനിവേഴ്സറി എഡിഷൻ ആണ്. ഇത് ഡീസലാണോ? അല്ലല്ല, പെട്രോൾ ആണ്. ഇത് മോഡൽ ഏതാ? ഇത് 2020 മോഡലാണ്. 21 അല്ലേ? ഡെലിവറി 21 ആണല്ലോ. 21 മോഡലാണ്. 21 മോഡൽ അല്ലേ? അതിന്റെ 7/5/2021 ഇതിന്റെ എക്സാക്ട് ഡെലിവറി ഡേറ്റ് വരുന്നത്. അപ്പൊ എന്തായാലും മോഡലും 21 തന്നെയാണ്. 21. അതെ. ഇത് എത്ര ഓടിയിട്ടുണ്ട്? ഇത് ഓടിയിരിക്കുന്നത് 16,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണോ? ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ല, ഇത് ആനിവേഴ്സറി എഡിഷൻ എന്ന് പറഞ്ഞു വന്ന ഒരു ലിമിറ്റഡ് എഡിഷൻ വരുന്നുണ്ടോ? സീറ്റ് വെന്റിലേഷൻ ഇല്ല. സീറ്റ് വെന്റിലേഷൻ വരുന്നില്ല. സൺറൂഫ് വരുന്നുണ്ട്. അലോയ് വീൽസ്, എല്ലാ സാധനവും ഉണ്ട്. GT ലൈനിൽ വരുന്ന ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഇല്ലെന്നുള്ളൂ. സീറ്റ് വെന്റിലേഷനും ഇല്ല. അതെ. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ ടർബോ അല്ല 1.6 ആണ്. മൈലേജ് ലേശം കുറവായിരിക്കും അല്ലേ? മൈലേജ് 12-13 ആണ് ഇതിന്റെ ഒരു ആവറേജ് മൈലേജ്. ഇത് മാനുവൽ തന്നെയല്ലേ? മാനുവൽ ആണ്. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി കേട്ടോ. അതും വളരെ ലോ കിലോമീറ്റർ ആണ്. നിങ്ങൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കോളൂ. പിന്നെ വേറെ ഒരു അപാകത ഇല്ലല്ലോ? ഇല്ല. നീറ്റ് വണ്ടിയാണ്. ഓക്കെ. ഇതെന്താ പ്രൈസ് വരുന്നത്? ഇതിന്റെ പ്രൈസിങ് വരുന്നത് 13.9 ആണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. 13,90,000. പുതിയ വണ്ടിക്ക് 18 ലക്ഷം രൂപയുടെ മുകളിൽ വിലയുണ്ട്. അന്ന് ഓൺ റോഡ് എടുത്തപ്പോൾ 18 ലക്ഷം രൂപ അടുത്ത് വിലയുണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോളൂ. 13,90,000 രൂപ ആസ്കിംഗ് പ്രൈസ് ആണ്. നെഗോഷ്യബിൾ ആണ്. ലോണൊക്കെ ഒരു 11-12 ഒക്കെ കയറുമോ? സുഖമായിട്ട് കയറും. അതെ. എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള, കമ്പാരിറ്റീവ്ലി ലോ ബഡ്ജറ്റിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ഈക്കോ അല്ലേ? ഇത് 5 സീറ്റർ AC ആണോ? 5 സീറ്റർ AC. AC ഇല്ലാണ്ട് നടക്കൂല.
ചൂട് ഒരിക്കലും നടക്കില്ല. നല്ല കൂളിംഗ് ഒക്കെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ പിന്നെ ടൂ വീലറിൽ പോകണം. ടൂ വീലറിൽ പോകുമ്പോൾ നല്ല സുഖമായിട്ട് AC സുഖമായിട്ട് ഒക്കെ പോവാം. പക്ഷെ കാറാണെങ്കിൽ AC വേണം. അതെ, ഇത് ഏതാ മോഡലൊക്കെ? ഇത് 2016 മോഡലാണ്. 16 ലോ ബഡ്ജറ്റ് കാർ അല്ല. അതെ, സിംഗിൾ ഓണർഷിപ്പിൽ വരുന്നത് 47,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. KL39 47,000 ജെനുവിൻ ആണോ? ഇത് ജെനുവിൻ ആണ്, സിംഗിൾ ഓണറും കൂടിയാണ്. പറയുന്നത് നമ്മളിവിടെ പറയുന്ന വണ്ടികൾ കിലോമീറ്റർ നമ്മളിവിടെ ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഇടുന്നത്. അതെ, ചിലപ്പോ ഇപ്പൊ എന്തെങ്കിലും പാർക്ക് ആൻഡ് സെയിലോ കാര്യങ്ങളോ ഒക്കെ വന്ന വണ്ടികൾക്ക് എന്തെങ്കിലും ബൈ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മളത് ഞാൻ പറഞ്ഞില്ലേ വണ്ടി ക്ലിയർ ചെയ്തിട്ടാ കൊടുക്കുള്ളൂ. അത് അതിന്റെ ജെനുവിനിറ്റി ഉറപ്പാക്കിയിട്ട് കൊടുക്കും. ഇതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ള സംഭവം എന്ന് പറഞ്ഞാൽ 4 പുത്തൻ ടയർ കേട്ടോ. റോട്ടിൽ ഓടിയിട്ടില്ലാന്ന് തോന്നുന്നു. ഓടിയിട്ടില്ല, ആ കണ്ടീഷനിലുള്ള ടയർ ഉണ്ട്. ഇത് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടിരിക്കുന്ന AC 5 സീറ്റർ ആണ്. അതെ, ഓക്കെ. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇതിന്റെ പ്രൈസ് വരുന്നത് 3.5 lakh ആണ്. 3.5 ലക്ഷം രൂപ. അതെ, 3 ലക്ഷം രൂപയുടെ മുകളിൽ എന്തായാലും ലോണും കിട്ടും. അതായത് 2016 മോഡൽ ലോ കിലോമീറ്റർ ആണ്. അതുകൊണ്ടാണ് പ്രൈസ് വരുന്നത്. 3.5 ലക്ഷം രൂപ. എന്തെങ്കിലും കുറേ ഉണ്ടോ? എന്തെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ്, കാരണം ഇത് അത്യാവശ്യം ഡിമാൻഡ് ആയിട്ടുള്ള ഒരു കാറാണ്. ഇത് കൂടുതലും നമ്മുടെ ഇവിടുത്തെ ലോക്കൽ ആളുകൾക്ക് കൊമേഴ്ഷ്യൽ ആവശ്യത്തിന്, ഹോട്ടൽ ഫീൽഡ് കൂടുതൽ, എസ്പെഷ്യലി ഫോർ ഹോട്ടൽ ഫീൽഡ്, അതുപോലെ തന്നെ സ്റ്റേഷനറി അങ്ങനെയുള്ള സ്റ്റോറൊക്കെ നടത്തുന്നവർക്ക് കൂടുതലും ഉപകാരപ്പെടുന്ന ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഒരു വണ്ടി കൂടിയാണ് ഈക്കോ. അപ്പൊ എന്തായാലും നോക്കിക്കോളൂ. 3,50,000 രൂപ, 2016, 40,000 കിലോമീറ്റർ സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർ വണ്ടിയാണ് കേട്ടോ. ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ഹോണ്ട സിറ്റി. ഏറ്റവും പുതിയ മോഡൽ അല്ല, അതിന്റെ തൊട്ട് ബാക്കിലെ ഷേപ്പ് അല്ലേ? ഇത് ഏതാ മോഡലിക്ക? ഇത് 2016 മോഡലാണ്. 16 സിംഗിൾ ഓണർ. 75,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നു. 16 75,000 വലിയ കിലോമീറ്റർ ഒന്നും പറയാനില്ല അല്ലേ? ആവറേജ് 10,000 വെച്ചൊരു വർഷം കൂട്ടിയാൽ തന്നെ ആയില്ല. പിന്നെ ഇതിപ്പോ എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അഡീഷണൽ അലോയ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടച്ചിങ് ഒക്കെ എന്തായാലും ഓൾമോസ്റ്റ് നമ്മുടെ ഇവിടെ കിടക്കുന്ന എല്ലാ വണ്ടിക്കും ടച്ചിങ് ഉണ്ടാവും. ടച്ചിങ് ഇല്ലാത്തൊരു വണ്ടിയും നമ്മൾ ഷോറൂമിൽ നിന്ന് പോലും നമുക്ക് എടുക്കല് പോസിബിൾ അല്ല. അതെ, അത് മാത്രമല്ല ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. അതാണ് മെയിനായിട്ട് പറയേണ്ടത്. കമ്പനി സീറ്റാണ്, ഒരു പോറൽ പോലും ഇല്ല, ചെളിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് സിംഗിൾ ഓണർ അല്ലേ പറഞ്ഞത്? സിംഗിൾ ഓണർ, 75,000 കിലോമീറ്റർ ഓടി. ഓക്കെ. ടയർ ഭാഗങ്ങളൊക്കെ ആണെങ്കിലും 80% ഉണ്ട്. അഡീഷണൽ അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നീറ്റ് വണ്ടിയാണ് കേട്ടോ. നല്ലൊരു വണ്ടി നോക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഇത് 16 മോഡൽ 70 സംതിങ് ഓടിയ വണ്ടി. എന്താ വില? ഇത് 690 ആണ് ആസ്കിംഗ് റേറ്റ്. 6,90,000 ആണ് ആസ്കിംഗ് വരുന്നത്. ലോൺ എത്ര കയറുക? ഇതില് എന്തായാലും 6 lakh ഒക്കെ ഹോണ്ട സിറ്റി ഓട്ടോമാറ്റിക് അല്ലേ, സുഖമായിട്ട് കയറും അല്ലേ? ഓക്കെ. അപ്പൊ ഏകദേശം 690 അല്ലേ പറഞ്ഞത്? 90 ആണ്. ഒരു 90 രൂപയുടെ ഉള്ളിൽ കാണണം. നെഗോഷ്യബിൾ ആണല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും നല്ല സ്റ്റാൻഡേർഡ് വണ്ടി, ക്വാളിറ്റി ഉള്ള വണ്ടി, കംപ്ലയിൻസ് ഒന്നുമില്ലാത്ത നല്ലൊരു വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഇവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ വീഡിയോയുടെ മേലഭാഗത്ത് ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട്, റൈറ്റ് സൈഡിൽ മേലഭാഗത്ത്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്തോളൂ. ഓട്ടോമാറ്റിക് ഡീസൽ വേരിയന്റിൽ വരുന്ന നല്ലൊരു ഡസ്റ്റർ, അതും 110 PS അല്ലേ? നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. ഇത് ഏതാ മോഡലൊക്കെ? ഇത് 2016 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഡസ്റ്റർ RXL ആണ്. അത്യാവശ്യം ഫിറ്റിംഗ് ഒക്കെ ഉണ്ട് വണ്ടിക്ക്. അലോയ് വീൽസ്, നല്ല സീറ്റ് കവർ, പിന്നെ ക്ലീൻ ആൻഡ് നീറ്റ് വണ്ടിയാണ്. അതെ, 4 പുത്തൻ ടയർ. പിന്നെ അതിന്റെ കിലോമീറ്റർ വരുമ്പോൾ 97,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെനുവിൻ ആണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രോപ്പർ സർവീസ് ഉള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടികൾ സർവീസ് എന്തായാലും ജെനുവിൻ തന്നെ ആയിരിക്കും അല്ലേ? ഇതും സിംഗിൾ ഓണർ ആണ്. നമ്മുടെ എറണാകുളം രജിസ്ട്രേഷൻ KL7 വരുന്നുണ്ട്. അതെ, ഇതിന്റെ ഇന്റീരിയർ ഒക്കെ നിങ്ങളൊന്ന് കാണണം. അത്യാവശ്യം നല്ല നീറ്റ് ഇന്റീരിയർ ആണ്. ഒരു തരത്തിലുള്ള തട്ടലോ മുട്ടലോ പൊട്ടലോ പോറലോ ഒന്നുമില്ല അല്ലേ? പിന്നെ അലോയ് വീൽസ് ഒക്കെ ആണെങ്കിലും നല്ല രസമുണ്ട് കാണാൻ. 215 65 16 നല്ല കുറച്ച് വൈഡ് ടയറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ടയറൊക്കെ ഫുൾ കട്ട ടയർ എന്ന് പറഞ്ഞാൽ ഫുൾ കട്ട ടയറാണ് കേട്ടോ. പിന്നെ ഇത് നമുക്ക് എന്തായിരിക്കും പ്രൈസ് വരുന്നത്? ഇതിന്റെ പ്രൈസ് വരുന്നത് 675 ആണ്. 6,75,000 ആസ്കിംഗ്. അത് നെഗോഷ്യബിൾ ആണ്. നമുക്ക് തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കാം. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഡീസലില് ഓട്ടോമാറ്റിക് AMT വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം മൈലേജും കിട്ടും അല്ലേ? തീർച്ചയായിട്ടും 15-നുള്ളിൽ കിട്ടും. ലോങ് പോകുമ്പോൾ 18-ന് മുകളിലും കിട്ടും. കാരണം പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ പറയുന്നതാണ്. മൈലേജ് അത്യാവശ്യം നന്നായി കിട്ടുന്ന ഈ ഒരു സെഗ്മെന്റിൽ കിട്ടുന്ന ഒരു വണ്ടി ഡസ്റ്റർ ആണ്. ബിക്കോസ് ഓഫ് AMT ഗിയർ ബോക്സ്. നമ്മൾ ആ ഒരു 110-ന്റെ പവർ ഒന്നും നമുക്ക് ആ ഫീൽ ചെയ്യുന്നില്ലെന്ന് തോന്നിയാൽ നമുക്ക് മാനുവലിട്ട് ഷിഫ്റ്റ് ചെയ്ത് ഓടിക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ, ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ്. ഇപ്പം നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഫിഗോ അവിടെ കാണിച്ചു തന്നു. ആ വണ്ടി അല്ല ഇത് വേറെ വണ്ടിയാണ്. എൻ്റെ ഹെഡ്ലൈറ്റിനൊക്കെ ചെറിയൊരു വ്യത്യാസം വരും കേട്ടോ. അത് നേരത്തെ കാണിച്ച വണ്ടി സംശയമുള്ളവരുന്ന് കയറി നോക്കിക്കോളൂ. ഇത് ഏതൊക്കെ മോഡലൊക്കെ? ഇത് 2019 മോഡലാണ്. അതുകൊണ്ടാണ് ആ വ്യത്യാസം വന്നത്. 16 ആണ്. ഓക്കെ. അപ്പോൾ ഫേസ് ലിഫ്റ്റ് വന്ന വണ്ടിയാണ്. അതെ. ആ ചെറിയ വ്യത്യാസങ്ങൾ വന്നൊരു വണ്ടിയാണ്. ഇത് സെയിം ഓപ്ഷൻ തന്നെയാണ്. ആംബിയന്റ് 1.5 MT ആണ്. അതായത് AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ അത്രേ വരുള്ളൂ. ഡീസൽ ആണ്. എത്ര ഓടിയുണ്ട്? ഇത് ഓടിയിരിക്കുന്നത്
ആണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഇത് അഡ്വാൻറ്റേജ് എടുക്കുന്ന ഒരു കാരണം ലോ കിലോമീറ്റർ ഡീസൽ വണ്ടി കിട്ടാൻ ഇപ്പൊ അവൈലബിലിറ്റി ഉള്ളതുകൊണ്ട് ഇത് 39,000 ഓടിയിട്ടുള്ളൂ. ജെനുവിനാണ് സിംഗിൾ ഓണർഷിപ്പിൽ ഹിസ്റ്ററി ഉള്ള വണ്ടി തന്നെ. അതെ അല്ലേ? എനിക്ക് തോന്നുന്നു ടയറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇപ്പൊ ലാസ്റ്റ് 35-ലല്ല 20 സംതിങ്ങിലായിട്ടേ മാറിയിട്ടുണ്ട്. ഫുൾ ഡീറ്റെയിൽസ് ഏകദേശം ഒരു 10-15,000 കിലോമീറ്റർ ഓടി ടയറാണ് ഇപ്പൊ കിടക്കുന്നത്. നിങ്ങൾക്ക് 10-25,000 കിലോമീറ്റർ സുഖമായിട്ട് ഓടിക്കാം. ഒരു കുഴപ്പമില്ല. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല നീറ്റ് വണ്ടിയാണ് കേട്ടോ. നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. പിന്നെ ഒരു 2 ഡോർ പവർ വിൻഡോന്റെ കുറവുള്ളൂ. അത് വേണമെങ്കിൽ എക്സ്ട്രാ ചെയ്താൽ മതി. കൂടി പോയാൽ 10-15,000 രൂപ വരുള്ളൂ. പിന്നെ ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് 525 ആണ് ആസ്കിങ്. 525 ആസ്കിങ്. ആലോചിക്കണം, 2019 വണ്ടി അല്ലേ? ഇത്രയും ക്വാളിറ്റി ഉള്ള വണ്ടി, അതും ഡീസൽ. 20, 22, 24 ഉപയോഗിക്കുന്നതിനനുസരിച്ച് മൈലേജ് കിട്ടും. പിന്നെ ഫോർഡിന്റെ ബോഡി ക്വാളിറ്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. ബോഡി ക്വാളിറ്റിയും പിന്നെ അത് മാത്രമല്ല എഞ്ചിൻ പവറും അത്യാവശ്യം കടപിടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രൈവർ ആണെങ്കിൽ പിടിച്ചു. പിന്നെ മെയിനായിട്ട് പറയേണ്ടത് ബോഡി ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. ഒരിടിക്കൊന്നും ഒന്നും ആവൂല. 5,25,000. അതെ, ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. 5,25,000 നെഗോഷ്യബിൾ ആണല്ലോ അല്ലേ? നെഗോഷ്യബിൾ ആണ്, തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. ഒരു 4 ലോൺ കയറുമോ? 4.5 ഒക്കെ എന്തായാലും കിട്ടും. ഫോർഡിന് നിർത്തി എന്ന് കരുതി ഒരുപാട് പേർക്ക് ഒരു സംശയമാണ് ലോൺ കിട്ടും. ഫോർഡിനാണ് ഏറ്റവും വലിയ റീസെയിൽ വാല്യൂവിൽ അവർ ലോൺ കൊടുക്കുന്നത് അല്ലേ? ടയോട്ട ഫിനാൻസ് വരെ ഫോർഡിന് ഒറ്റ ദിവസം കൊണ്ട് കസ്റ്റമർക്ക് ഡെലിവറി കൊടുക്കാനുള്ള രീതിയിൽ നമ്മൾ ഇതുവരെ കൊടുത്തിട്ടുണ്ട് എക്കോ സ്പോർട്ടിന്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. നല്ലൊരു മൈക്ര ഡീസൽ വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ എക്സൽ ഓപ്ഷനിലുള്ള മിഡിൽ ഓപ്ഷനിലുള്ള ഒരു വണ്ടി അല്ലേ? അതെ. ഇത് ശരിക്കും ഏതാ മോഡലൊക്കെ? ഇത് 2017-18 രജിസ്ട്രേഷൻ ആണ് വണ്ടി. 17 മോഡൽ 18 രജിസ്ട്രേഷൻ. എത്ര ഓടിയുണ്ട്? ഇത് സിംഗിൾ ഓണർ, സെക്കൻഡ് ഓണർ ആണ്. 1,00,000 കിലോമീറ്റർ ഓടി. കാരണം ഇത് ഓടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം 25 കിലോമീറ്റർ കൺഫേം മൈലേജ് ആണ് ഡീസലിന്. അതാണ് ഏറ്റവും വലിയ ഗുണം. പിന്നെ 1.5 ലിറ്ററിൽ ഇത്രയും പവറുള്ള വണ്ടി ഈ സെഗ്മെന്റിൽ കുറവാണല്ലേ? കുറവാണ്. ആകെ ഫിഗോ, മൈക്ര, പോളോ ഡീസൽ അത്രയൊക്കെ തന്നെ 1.5 വരുന്നത്. പിന്നെ ടയർ ഭാഗങ്ങളൊക്കെ ആണെങ്കിലും 90% ഉണ്ട്. ഒട്ടുമിക്ക ഫീച്ചേഴ്സ് എല്ലാം വരും. AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മിറർ അഡ്ജസ്റ്റ്മെന്റ്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, AC വരില്ല. അതുപോലെ തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരില്ല. പക്ഷേ സ്റ്റിയറിംഗ് കൺട്രോൾസ് അടക്കം എല്ലാം ഉണ്ട് കേട്ടോ ഇതില്. പിന്നെ ഇത് എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വെൽ മെയിൻറ്റൈൻഡ് തന്നെയാണ്. നമുക്ക് ഇതിനിപ്പോ എന്താ പ്രൈസ് എന്താ വരുന്നത്? ഇതിന്റെ പ്രൈസ് വരുന്നത് 4.5, 4.5 ലക്ഷം രൂപയാണ്. 4.5 ലക്ഷം രൂപ ആസ്കിംഗ് പ്രൈസ് അല്ലേ? ആസ്കിംഗ് പ്രൈസ്. അത് നെഗോഷ്യബിൾ ആവും. നമുക്ക് എന്തെങ്കിലും തീർച്ചയായിട്ടും. ഏകദേശം ഇത് ലോൺ കയറും. ഇത് ഒരു 4 lakh വരെയൊക്കെ നമുക്ക് സുഖമായിട്ട് നമുക്ക് ലോൺ ചെയ്യാൻ നല്ല ട്രാക്ക് ആണെങ്കിൽ അല്ലേ? നല്ല കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾക്ക് 4 ലക്ഷം രൂപ വരെ ലോൺ കിട്ടും. ഏകദേശം ഒരു 50,000 രൂപയുടെ ഉള്ളിൽ കൊണ്ടുവന്നാൽ മതി കേട്ടോ. ഇവിടെ വരിക, വണ്ടി കാണുക, ഓടിച്ചു നോക്കുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ വെറും 50,000 രൂപയുടെ ഉള്ളിൽ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി ഇറക്കി കൊണ്ടുപോകാം. തീർച്ചയായും പ്രൊഫൈൽ പക്കയായിരിക്കും അല്ലേ? അതെ, ഇനി ചെറിയ ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും നല്ല വൃത്തിയുള്ള ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി താല്പര്യമുള്ളവരൊന്ന് കോൺടാക്ട് ചെയ്തു. അപ്പോൾ എന്തായാലും നമ്മുടെ ഓസ്കാർ യൂസ്ഡ് കാർസിൽ ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടിയാണ്. അവസാനത്തെ വണ്ടി ഒരു മാരുതി 800 ആണ് അല്ലേ? മാരുതി 800 അല്ല, ആൾട്ടോ 800. ലോകത്തിലെ ഏറ്റവും കൂടുതൽ കഴിക്കപ്പെട്ട ഒരു വണ്ടി. ചെറിയ വണ്ടികളിലും. അതെ. ഇത് ഏതാ മോഡലൊക്കെ? ഇത് 2017 മോഡല്, 53,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഓൾട്ടോ 800 ആണ്. ഓക്കെ, നല്ല നീറ്റ് ആണല്ലേ? ക്ലീൻ വണ്ടിയാണ്. അതായത് 53,000 ജെനുവിൻ കിലോമീറ്റർ ആണല്ലോ അല്ലേ? ജെനുവിൻ കിലോമീറ്റർ ആണ്. 2017 വണ്ടിയും കൂടി ഉണ്ട്, അത് ആലോചിക്കണം നിങ്ങൾ. അതുപോലെ തന്നെ ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം നല്ല കട്ടയുള്ള ടയറാണ്. ലോക്കൽ രജിസ്ട്രേഷൻ ആണ്. KL41 തന്നെയാണ്. 41 തന്നെയുള്ള ആലുവ രജിസ്ട്രേഷൻ വരുന്ന വണ്ടി. അതെ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഒന്നുമില്ല. ഇതിനകത്ത് മെയിൻ പറയേണ്ടത്, ഇതിനകത്ത് നല്ലൊരു സ്ക്രീൻ വെച്ചിട്ടുണ്ട്. ഒരു 9 ഇഞ്ച് സ്ക്രീൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, സീറ്റ് കവറും കാര്യങ്ങളൊന്നും മോശമില്ല. VXI ആണ്. അടിപൊളി. അപ്പൊ എന്തായാലും എല്ലാം ഫുൾ ഓപ്ഷൻ. പിന്നെ ഇതിനകത്ത് മെയിൻ ആയിട്ട് കാര്യം, വണ്ടി ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. ഒരു പോറൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ എനിക്ക് കാണിച്ചു തരണം. ഞാൻ കണ്ടില്ല. ഇവര് പറയും ഞാൻ നല്ല തള്ളാന്ന് പറയും. പക്ഷെ ഇപ്പൊ തള്ളുന്നല്ല കേട്ടോ. സത്യം ഈ വണ്ടിന്റെ ഒക്കെ കോലം അങ്ങനെ തന്നെയാണ് ഇവരോട് വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്ര നീറ്റാണ് നല്ലതെന്ന് ഞാൻ പറയും. ഇതിന്റെ അടുത്ത് തന്നെ 2009 അത് സോൾഡ് ഔട്ട് ആയി കിടക്കുന്ന വണ്ടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ എടുക്കാത്തത്. അതുപോലും ഈ കണ്ടീഷനല്ല, നമ്മൾ പെയിന്റ് ഒക്കെ ചെയ്തെല്ലാം ക്ലിയർ ആയിട്ടാ പോളിഷൊക്കെ ചെയ്ത് വൃത്തിയാക്കി വെക്കും. അതാണ് അവിടെയാണ് ഈ വിലയിൽ വ്യത്യാസം വരുന്നത്. നിങ്ങൾ മൊത്തം നന്നാക്കിയാണ് വിൽക്കും. നന്നാക്കണ്ട, ഒന്നും ചെയ്യണ്ട. ആസിറ്റീസ് കണ്ടീഷൻ അല്ല, നമ്മള് വണ്ടി ഈ പറയുന്ന പോലെ വൃത്തിയാക്കിയിട്ടാണ് വെക്കുന്നത്. അടിപൊളി. അപ്പൊ എന്തായാലും ഇതിന്റെ പ്രൈസും കൂടി ഒന്ന് പറഞ്ഞേക്കാം. ഇതിന്റെ പ്രൈസിങ് വരുന്നത് 290 ആസ്കിംഗ് ആണ്. 290 ആസ്കിംഗ് ആണ്. ഓൾട്ടോ 2017 800 VXI 290 ഒരിക്കലും
ഹെവി റേറ്റ് അല്ല, എന്നാലും കുറയൂല അതിനകത്ത്, എന്നാലും കുറയും. അടിപൊളി. അപ്പൊ പിന്നെ മാക്സിമം ഫുൾ ഓൺ ഒക്കെ തന്നെ കയറുമായിരിക്കും അല്ലേ? ഓൾമോസ്റ്റ് ഫുൾ ഓൺ കയറും. ചിലപ്പോൾ ഒരു 20,000 ഒക്കെ കയ്യിൽ നിന്നിട്ടാൽ തന്നെ നമുക്ക് വണ്ടി ഇറക്കാം. അത് നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ചിട്ട്. അപ്പോൾ എന്തായാലും ഏകദേശം ഒരു 10-20,000 രൂപ കൊണ്ട് വന്നാൽ നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാൻ പറ്റുന്ന 2017 മോഡൽ വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ആൾട്ടോ 800 അല്ലേ VXi. പിന്നെ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ ഞാൻ കാണിച്ച ഇത്രയും വണ്ടികളിൽ ഏതെങ്കിലും വണ്ടിയുടെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ എന്തെങ്കിലും വേണമെങ്കിൽ മൻഷാദ് ഖാന്റെ നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് സകല സാധനം ഉണ്ടല്ലേ. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾ ആലുവ എത്തുന്നതിന് മുമ്പ് നേരെ പോരെ. കറക്റ്റ് എക്സാക്ട് ലൊക്കേഷൻ എക്സാക്ട് ലൊക്കേഷൻ പറവൂർ കവല ഹൈവേ സൈഡ് തന്നെ അല്ലേ, എയർപോർട്ടിൽ നിന്ന് 2 കിലോമീറ്റർ. അത്രേ ഉള്ളൂ. അടിപൊളി. അപ്പൊ എന്തായാലും നേരെ പോരുക, ഇവിടെ വന്ന് വണ്ടി ഓടിച്ചൊക്കെ നോക്കി ഇഷ്ടപ്പെടുക. യൂസ്ഡ് വണ്ടികളാണ്, നല്ലോണം ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. പിന്നീട് ഒരു വർത്താനത്തുള്ള വഴി വേണ്ട. യൂസ്ഡ് വണ്ടി, അതെ കാർ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നിന്ന് എടുക്കണം എന്നല്ല, ആരും കാർ എവിടെ നിന്ന് എടുത്താലും, ഇപ്പൊ നമ്മുടെ അയൽവാസിയുടെ വീട്ടിൽ നിന്ന് എടുത്താൽ പോലും വണ്ടിയാണ്. നമ്മളെ പോലെ തന്നെയാണ്, കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരും, അതിനെ ചികിത്സിച്ച് കൊണ്ടു നടക്കണം. വണ്ടി ഒരിക്കലും അസറ്റായിട്ട് ആരും കാണരുത്. വണ്ടി എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. പിന്നെ കാറൊക്കെ പറഞ്ഞാൽ കയ്യിൽ നിന്ന് കാശ് പോണ സാധനം, അതുകൊണ്ടാണ് അത് ഒരിക്കലും ഒരു അസറ്റായിട്ട് കാണരുത്. എന്തായാലും ആ രീതിക്ക് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ടൊക്കെ എടുക്കുക. മാക്സിമം നമ്മളാൽ പറ്റുന്ന ഹെൽപ്പുകൾ നമ്മളും തരും. പിന്നെ നമ്മളും ആരും 100% എക്സ്പേർട്സ് ഒന്നുമല്ല, നമ്മളുടെ കണ്ണിൽ കാണാത്ത പല മിസ്റ്റേക്കുകളും ഉണ്ടാവാം, വണ്ടികൾക്ക് ഉണ്ടാവാം. അതുകൊണ്ടാണ് നിങ്ങളോട് ഷോറൂമിലൊക്കെ കയറ്റി മാക്സിമം ചെക്ക് ചെയ്യാനുള്ള ഒരു അതിനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കും അല്ലേ. ഓക്കെ. അപ്പം ഈ ചുറ്റുവട്ടത്തിൽ എല്ലാത്തിൻ്റെയും ഷോറൂമും ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്നിനും പേടിക്കണ്ട, നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം, വന്ന് നോക്കാം. അപ്പം എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ എന്തായാലും ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു കിടിലൻ എപ്പിസോഡായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ.